ഇന്ന് മാർച്ച് 31, 2025 തിങ്കളാഴ്ച. മൈൻഡ് പ്ലസിന്റെ 1582 ദിവസം. നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ ധാരാളം ജീവിത പാഠങ്ങളാണ് ദിവസവും രാവിലെയുള്ള ഓരോ മൈൻഡ് പ്ലസ് സെഷനുകളിലൂടെയും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ ദിവസവും എന്തൊക്കെ അനുഭവങ്ങളാണല്ലേ നമുക്കുണ്ടാകുന്നത്. ഓരോ അനുഭവവും നമ്മളെ സംബന്ധിച്ച് ലേണിംഗ് ആണ്, പാഠങ്ങളാണ്. ഇന്നലകളിലെ അനുഭവങ്ങളിൽ നിന്നും ലേൺ ചെയ്തത് ഉപയോഗിച്ച് നാം ഇന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്. ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളൊക്കെ ശരിയായാണ് പോകുന്നതെങ്കിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും. പക്ഷേ എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ലല്ലോ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? നേരത്തെ പഠിച്ച പാഠങ്ങൾ തന്നെയാണ് പിന്നെയും പ്രയോഗിക്കുന്നതെങ്കിൽ അനുഭവങ്ങൾ പിന്നെയും പഴയതുപോലെ തന്നെ ആയിരിക്കും. അപ്പോൾ പിന്നെ എന്താണ് ചെയ്യേണ്ടത്? അത് സംബന്ധിച്ച ഒരു വിഷയമാണ് ഇന്നത്തേത്. ലേൺ, അൺലേൺ ആൻഡ് റീലേൺ. ലേണിംഗ് എന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന സ്വാഭാവികമായ ഒരു പ്രോസസ്സാണ്. പക്ഷേ അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് അതെന്താണ്? നമുക്ക് നോക്കാം. ഒരിക്കൽ മനസ്സിലാക്കിയ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിന്റെ മുന്നോട്ട് പോക്കിന് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാറി ചിന്തിക്കാനാകണം. നമ്മുടെ ആരുടെയും ജീവിതത്തിന് വ്യക്തമായൊരു സിലബസോ ഒരു പഴയ ക്വസ്റ്റ്യൻ പേപ്പറോ ഒന്നുമില്ല. ആരുടെയെങ്കിലും ജീവിതം കണ്ട് കോപ്പി അടിക്കാമെന്ന് വിചാരിച്ചാലോ? അവരുടെ സാഹചര്യമായിരിക്കില്ല നമ്മുടെ സാഹചര്യം. അവിടെയാണ് അൺലേണിംഗിന്റെ പ്രസക്തി. ഞാൻ ഇങ്ങനെയാണ്, എനിക്ക് ഇങ്ങനെയേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വാശി പിടിച്ചിരുന്നാൽ ആർക്കാണ് നഷ്ടം? നഷ്ടം നമുക്ക് മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ ജീവിതമാണ്. മൈൻഡ് പ്ലസിൽ എപ്പോഴും ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ ജീവിതത്തിന്റെ റെസ്പോൺസിബിലിറ്റി നമ്മൾ ഏറ്റെടുക്കണമെന്നത്. അങ്ങനെ ഏറ്റെടുക്കുമ്പോൾ നമുക്ക് ആരെയും കുറ്റം പറയാനാകില്ല, ആരെയും നമ്മൾ ബ്ലെയിം ചെയ്യില്ല. ബ്ലെയിമിംഗ് ഒക്കെ സ്വാഭാവികമായി ഇല്ലാതായിക്കൊള്ളും. അൺലേണിംഗ് അൺലേണിംഗ് എന്തെന്നുള്ളത് വിശദമായി ഒന്നുകൂടെ നോക്കാം. അൺലേണിംഗ് is a conscious decision of letting go of outdated beliefs, habits, practices or knowledge that no longer serves you. നോക്കൂ, ഇവിടെ പറയുകയാണ് ഇതൊരു ബോധപൂർവമായ തീരുമാനമാണ്. ഇറ്റ്സ് എ കോൺഷ്യസ് ഡിസിഷൻ. നമുക്ക് ഗുണകരമല്ല എന്ന് മനസ്സിലാക്കിയ വിശ്വാസങ്ങളും ശീലങ്ങളും പ്രാക്ടീസസും അറിവുകളുമൊക്കെ മാറ്റേണ്ടതാണെങ്കിൽ മാറ്റണമെന്നുള്ള ബോധപൂർവമായൊരു തീരുമാനമാണിത്. ഇദ്ദേഹം ഒരു അമേരിക്കൻ റൈറ്ററും ബിസിനസ്മാനുമാണ്, ആൽവിൻ ടോഫ്ലർ. പൊതുവെ സാക്ഷരത നേടിയ രാജ്യം എന്ന് പറയുമ്പോൾ, അങ്ങനെ ഒരു സമൂഹം എന്ന് പറയുമ്പോൾ എഴുതുവാനും വായിക്കുവാനും അറിയാവുന്നവരെയാണ്. പക്ഷെ ഇദ്ദേഹം പറയുകയാണ്, ദ ഇല്ലിറ്ററേറ്റ് ഓഫ് ദ 21st century will not be those who cannot read or write, but those who cannot learn, unlearn and relearn. അൺലേണിംഗിന്റെ ഇമ്പോർട്ടൻസ് എത്ര മാത്രമുണ്ടെന്ന് ഈ കോട്ടിലൂടെ വ്യക്തം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ഈ 21ാം നൂറ്റാണ്ടിൽ സാക്ഷരത ഇല്ലാത്തവർ എന്ന് പറയുന്നത് എഴുതുവാനും വായിക്കുവാനും അറിയാത്തവരെ മാത്രമല്ല, മറിച്ച് ലേൺ ചെയ്യാനും അൺലേൺ ചെയ്യാനും റീലേൺ ചെയ്യാനും അറിയാത്തവരെയാണ്. നമ്മൾ ശരിക്കും ബ്ലെസ്ഡ് ആണ്. കാരണം മൈൻഡ് പ്ലസിലൂടെ ഇവിടെ ദിവസവും നടക്കുന്നത് ഒരു അൺലേണിംഗ് പ്രോസസ് തന്നെയാണ്. നമ്മുടെ ഭാഗത്തു നിന്ന് വേണ്ടത് ബോധപൂർവമായ ഒരു ശ്രമം മാത്രം. എന്തിനാണ് നമ്മൾ അൺലേൺ ചെയ്യേണ്ടത്? അത് അറിഞ്ഞാൽ മാത്രമല്ലേ ചെയ്യേണ്ടതിന്റെ ആവശ്യകത മനസ്സിലാവുകയുള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ പഴയ രീതികളും പാറ്റേൺസും ഒക്കെ തുടർന്നാൽ ചിലപ്പോൾ ജീവിതം സ്റ്റക്കാവുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കും. ഒട്ടും തന്നെ ഗ്രോത്ത് ഇല്ലാതെ പോകും. ബന്ധങ്ങളൊക്കെ വഷളാകും. ഇമോഷണലി അൺസ്റ്റേബിൾ ആകും.
ഇതൊക്കെയാണോ നമ്മൾ ആഗ്രഹിച്ചത്? ഇങ്ങനെ ഒരു ജീവിതമാണോ നമ്മൾ സ്വപ്നം കണ്ടത്? തീർച്ചയായും അല്ല. അപ്പോൾ മാറി ചിന്തിക്കാനാകണം. അൺലേൺ ചെയ്യാനാകണം. അതൊരു കോൺഷ്യസ് ഡിസിഷനാണ്. എന്തൊക്കെയാണ് നമുക്ക് അൺലേൺ ചെയ്യേണ്ടതെന്ന് നോക്കാം. ലിമിറ്റിംഗ് ബിലീഫ്, തെറ്റായ വിശ്വാസ പ്രമാണങ്ങൾ, നമ്മുടെ വളർച്ചയെ തന്നെ ലിമിറ്റ് ചെയ്യുന്ന ചില വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ ഒക്കെ ഇതിൽപ്പെടും. സൂപ്പർസ്റ്റിഷൻസ്. ഉദാഹരണം പറഞ്ഞാൽ, കറുത്ത പൂച്ച കുറുകെ ചാടിയാൽ അന്ന് യാത്രയ്ക്ക് ശുഭകരമല്ല എന്നൊരു വിശ്വാസമുണ്ട്. ഇതൊരു വിശ്വാസം മാത്രമാണ്. ആർക്കോ ഒരിക്കലുണ്ടായ ഒരു അനുഭവമാണിത്. ഇത് തുടരണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ചോയ്സ് ആണ്. ശ്രദ്ധിക്കുക, നമ്മളെ വളർത്തുന്നുണ്ടോ ഈ വിശ്വാസം എന്ന്. വളർത്തുന്നില്ല എങ്കിൽ തീർച്ചയായും അൺലേൺ ചെയ്യണം. മറ്റൊന്ന് ഫിയർ ഓഫ് ഫെയിലുവർ. ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ശരിയാകുമോ എന്നുള്ള പേടി. പേടി മാറാനുള്ള ഏറ്റവും നല്ല മാർഗം പേടിയുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക എന്നത് തന്നെയാണ്. സീക്കിംഗ് എക്സ്റ്റേണൽ വാലിഡേഷൻ. എല്ലാത്തിനും മറ്റുള്ളവരുടെ അഭിപ്രായത്തിനും പ്രശംസയ്ക്കും കാത്തിരിക്കുന്ന സ്വഭാവം. ആരെയാണ് നമ്മൾ കാത്തിരിക്കുന്നത്? നമ്മൾ ഒറ്റയ്ക്കല്ലേ ഈ ഭൂമിയിൽ വന്നത്? ഒറ്റയ്ക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. എല്ലാത്തിനോടും നന്ദിയുള്ളവരായാൽ മാത്രം മതി. സെൽഫ് ലവിന്റെ ക്ലാസ് ജോർജ് സാർ എടുക്കാറുണ്ട്. സെൽഫ് ലവിന്റെ പ്രാധാന്യം എത്ര മാത്രമുണ്ടെന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. സ്വയം സ്നേഹിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ജീവിതത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ നമ്മൾ അൺലേൺ ചെയ്യും, സ്വാഭാവികമായി തന്നെ. സ്വയം സ്നേഹിക്കുക. കൾച്ചറൽ ബയസസ് ആൻഡ് സോഷ്യൽ പ്രഷേഴ്സ്. എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും, സൊസൈറ്റി എന്ത് കരുതും എന്നൊക്കെയുള്ള തോന്നൽ. ഇതൊരു ചിന്ത മാത്രമല്ലേ? ഈ ചിന്തയുടെ പുറകെ നമ്മൾ പോകണോ? ശ്രദ്ധിക്കുക. വൺ സൈസ് ഫിറ്റ്സ് ഓൾ തിങ്കിങ്. എല്ലാത്തിനും ഈ ഒരു വഴിയേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന രീതി. എന്റെ വഴി മാത്രമാണ് ശരി എന്ന വിചാരം. നോക്കൂ, ഓരോ വ്യക്തികളും യുണീക്കാണ്. എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ രീതികൾ. എല്ലാവരും അവരവരുടെ രീതികൾ ട്രൈ ചെയ്യട്ടെ. സപ്പോർട്ട് ആവശ്യമെങ്കിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാം. തീർച്ചയായും നമുക്ക് മൈൻഡ് പ്ലസ് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു സൊല്യൂഷനാണ്. കുട്ടികളുടെ കാര്യത്തിലും നമ്മൾ ഇത് കുറേശ്ശെ ഇംപ്ലിമെന്റ് ചെയ്യണം. അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ അവരും എടുക്കട്ടെ. തെറ്റുകൾ പറ്റിക്കോട്ടെ. നമ്മളുണ്ടല്ലോ അവരെ സപ്പോർട്ട് ചെയ്യാൻ. തെറ്റുകളിൽ നിന്നും അവരും പഠിക്കട്ടെ. അതിലൂടെയല്ലേ കോൺഫിഡൻസ് ഒക്കെ ഉണ്ടാകുന്നത്. ഇത്തരം കാര്യങ്ങളെല്ലാം അൺലേൺ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ചലഞ്ചസ് ഉണ്ടാവുക സ്വാഭാവികമാണ്, തികച്ചും നാച്ചുറൽ ആണ്. എന്തൊക്കെയാണ് ചലഞ്ചസ് എന്ന് നോക്കാം. ഇമോഷണൽ അറ്റാച്ച്മെന്റ് ടു ബിലീഫ്സ്. നേരത്തെ പറഞ്ഞ സൂപ്പർസ്റ്റിഷൻസ്, ലിമിറ്റിംഗ് ബിലീഫ് ഒക്കെ നമ്മൾ തലമുറകളായി പാലിച്ചു പോകുന്ന വിശ്വാസമായിരിക്കാം. നമ്മുടെ അച്ഛനും അമ്മയും അപ്പൂപ്പന്മാരും ഒക്കെ. സ്വാഭാവികമായി ഇതിനോടൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഒറ്റ കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത് നമ്മൾ തുടരണോ? നമുക്ക് വളർച്ചയുണ്ടാകുന്നുണ്ടോ ഈ ഒരു വിശ്വാസത്തിൽ ശീലിക്കുന്നതിൽ നിന്ന്? ഇല്ലെങ്കിൽ മാറ്റുക. ഇതൊരു ചലഞ്ച് മാത്രമാണ്. എല്ലാം നമുക്ക് മറികടക്കാനാകും. ഫിയർ ഓഫ് അൺസർട്ടനിറ്റി. ഇനി എന്താകും എന്നുള്ള പേടി. മാറി ചിന്തിക്കാനുള്ള ഭയം. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന തോന്നൽ. ഇതും മറികടക്കാനാകും. വിശ്വാസത്തോടെ മുന്നോട്ട് പോയാൽ മാത്രം മതി. ഓവർ കോൺഫിഡൻസ് ഇൻ എക്സിസ്റ്റിംഗ് നോളജ്. ഇപ്പോഴുള്ള അറിവിലുള്ള അമിതമായ വിശ്വാസം. വിശ്വാസം എപ്പോഴും നല്ലതാണ്. പക്ഷെ അമിതമായ വിശ്വാസം അത് നമ്മെ വളർത്തുകയാണോ തളർത്തുകയാണോ എന്ന് ശ്രദ്ധിക്കുക. സ്വന്തം ജീവിതത്തിൽ തളർത്തുകയാണെങ്കിൽ തീർച്ചയായും മാറ്റണം. അൺലേൺ ചെയ്യാനാകണം. ലാക്ക് ഓഫ് അവയർനെസ്. നമ്മുടെ മനസ്സ് പാസ്റ്റിലും ഫ്യൂച്ചറിലും ചാടിക്കളിക്കുന്ന കുരങ്ങനെ പോലെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഫറിങ്സിന്റെ പ്രധാന കാരണവും. നമ്മുടെ ജീവിതം ഈ ഒരു നിമിഷത്തിലാണ്. ഈ ഒരു നിമിഷത്തിൽ മാത്രമേ നമ്മുടെ ജീവിതമുള്ളൂ. ഇപ്പോൾ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുകയുള്ളൂ.
മൈൻഡ്ഫുൾ ആയിരിക്കുക, ഈ ഒരു നിമിഷത്തിൽ ജീവിക്കുക. ഉണ്ണികൃഷ്ണൻ സാറിന്റെ മൈൻഡ്ഫുൾനെസ് ക്ലാസ് മൈൻഡ്ഫുൾ ആകേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് വ്യക്തമാക്കി തരുന്നു. മൈൻഡ്ഫുൾ ആയിരിക്കുമ്പോൾ നമ്മൾ അവെയർ ആയിരിക്കും, നമ്മൾ ശ്രദ്ധിക്കും. ഓരോ നിമിഷവും വേണ്ട പോലെ കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും. അപ്പോൾ ഈ ചലഞ്ചസ് ഒക്കെ മറികടന്ന് എങ്ങനെയാണ് നമ്മൾ അൺലേൺ ചെയ്യേണ്ടത് എന്ന് നോക്കണ്ടേ? ഈ ചലഞ്ചസിനോടൊക്കെയുള്ള നമ്മുടെ അപ്രോച്ച് ഒന്ന് മാറ്റിയാൽ മാത്രം മതി NLP യിൽ പറയുന്നത് പോലെ പ്രോബ്ലം ഫ്രെയിമിൽ നിന്നും സൊല്യൂഷൻ ഫ്രെയിമിലേക്ക് മാറാനാകണം. ആദ്യത്തേത് ബ്രേക്കിംഗ് കംഫർട്ട് സോൺ. കംഫർട്ട് സോൺ എന്നുള്ള പേര് ഈ പേരിൽ മാത്രമേ ഉള്ളൂ, ഒട്ടും കംഫർട്ട് അല്ല. ഈ കംഫർട്ട് സോണിനപ്പുറത്ത് വിശാലമായൊരു ലോകമുണ്ട്, വളർച്ചയുടെ ലോകം. വളരാനുള്ള അവസരങ്ങളാണ് അവിടെ മുഴുവൻ. ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും, അൺലേൺ ചെയ്യേണ്ട കാര്യങ്ങൾ എടുക്കുമ്പോഴും കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യാൻ ധൈര്യപൂർവ്വം ഒരു തീരുമാനമെടുക്കുക. ഇറ്റ്സ് എ കോൺഷ്യസ് ഡിസിഷൻ. എംബ്രേസ് ക്യൂരിയോസിറ്റി ആൻഡ് എ ഗ്രോത്ത് മൈൻഡ് സെറ്റ്. നമ്മുടെ ജീവിതത്തെ ഒരു കൊച്ചുകുട്ടിയുടെ കൗതുകത്തോടു കൂടി കാണാനാകും. എന്ത് രസമായിട്ടാണ് കൊച്ചുകുട്ടികൾ ജീവിതത്തെ കാണുന്നത്. അവർക്ക് പഴയതുമില്ല, ഫ്യൂച്ചറിനെ കുറിച്ചുള്ള ആങ്സൈറ്റിയും ഇല്ല. ഈ നിമിഷത്തിലാണ് അവർ ജീവിക്കുന്നത്. നമുക്കും അതുപോലെ ആകാൻ സാധിക്കണം. അപ്പോൾ മാത്രമേ നമ്മൾ വളരുകയുള്ളൂ. ഈ നിമിഷത്തെ അറിഞ്ഞുകൊണ്ട്, ഈ നിമിഷത്തിൽ വേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോകാനാകണം. നമുക്കതിന് സാധിക്കും. ആക്റ്റീവ്ലി എൻഗേജ് ഇൻ അൺലേണിംഗ് പ്രോസസ്. നമ്മുടെ ചുറ്റുമുള്ളൊരു സമൂഹം ഗ്രോത്ത് ഓറിയന്റഡ് ആണെങ്കിൽ, ഉദാഹരണത്തിന് മൈൻഡ് പ്ലസ് തന്നെയാണ്, നമ്മൾ എല്ലാ ദിവസവും ഇതിൽ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ, അൺലേൺ ചെയ്യുന്നതിലൂടെ നമ്മൾ ഒരുമിച്ച് വളരുകയാണ്. അതുകൊണ്ട് അൺലേണിംഗ് പ്രോസസ്സിൽ പൂർണ്ണമായും ഇൻവോൾവ് ആവുക. ആക്റ്റീവ്ലി എൻഗേജ്. കൾട്ടിവേറ്റ് മൈൻഡ്ഫുൾനെസ് ആൻഡ് സെൽഫ് അവയർനെസ്. മൈൻഡ്ഫുൾ ആയിരിക്കുന്നതിലൂടെ നമ്മൾ അവെയർ ആകുന്നു. ഓരോ സമയത്തും വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി അറിഞ്ഞുകൊണ്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ അൺലേൺ ചെയ്യുന്നതിലൂടെ, അൺലേൺ ചെയ്യാൻ തീരുമാനമെടുക്കുന്നതിലൂടെ, നമ്മുടെ ലിമിറ്റിംഗ് ബിലീഫുകളെ ഓരോന്നായി ലെറ്റിംഗ് ഗോ ചെയ്യുന്നതിലൂടെ നമ്മൾ വളരുകയാണ്. നമ്മൾ ഓരോ നിമിഷത്തിലും ജീവിക്കുകയാണ്. ഈ ഒരു മൊമെന്റിലാണ് നമ്മൾ. ഓരോ നിമിഷവും അറിഞ്ഞുകൊണ്ട് ജീവിക്കുമ്പോൾ അവെയർ ആയിട്ടിരിക്കാൻ സാധിക്കുന്നു. വേണ്ട കാര്യങ്ങൾ വേണ്ടതുപോലെ, വേണ്ട രീതിയിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ അനുഭവങ്ങളെയും അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നു. നമ്മുടെ മനസ്സ് കുറച്ചുകൂടി ഓപ്പൺ ആകുന്നു. അതിലൂടെ ശരിക്കും നമ്മളിൽ സ്പിരിച്വൽ ഗ്രോത്ത് ആണ് ഉണ്ടാകുന്നത്, ആത്മീയ വളർച്ച നമ്മൾ അറിയാതെ. അതുകൊണ്ടാണ് മൈൻഡ് പ്ലസ് സ്ഥിരമായി അറ്റൻഡ് ചെയ്യുന്ന ഒരു വ്യക്തി മനസ്സ് പ്യൂരിഫൈ ചെയ്യുന്നതിലൂടെ അയാളിലെ ഈഗോ നശിക്കുകയാണ്. ആത്മീയ വളർച്ച സ്വാഭാവികമായി ഉണ്ടാകുന്നു. ലേണിങ്ങും അൺലേണിങ്ങും റീലേണിങ്ങും ഒക്കെ സ്വാഭാവികമായി നടക്കുന്നു. നമ്മുടെ ഭാഗത്തു നിന്നുള്ളൊരു ബോധപൂർവമായ ഒരു ശ്രമം മാത്രം മതി. ആൽബർട്ട് ഷ്വൈറ്റ്സർ, അദ്ദേഹം ഒരു അമേരിക്കൻ ഫ്രഞ്ച് തത്വചിന്തകനാണ്, മ്യൂസീഷ്യനാണ്. അദ്ദേഹം പറയുന്നത്, ദ പാത്ത് ഓഫ് അവേക്കനിങ് ഇസ് നോട്ട് അബൌട്ട് ബിക്കമിങ് ഹൂ യു ആർ, റാദർ ഇറ്റ് ഈസ് അബൌട്ട് അൺബിക്കമിങ് ഹൂ യു ആർ നോട്ട്. നമുക്ക് തിരിച്ചറിവുകൾ ഉണ്ടാകാൻ ശരിക്കും നമ്മൾ ഒന്നും ആകാൻ ശ്രമിക്കേണ്ടതില്ല. നമ്മൾ നമ്മളായി തന്നെ ഇരുന്നാൽ മതി. നമ്മൾ അല്ലാത്തതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതാകാതിരിക്കാനുള്ള ശ്രമം മാത്രം മതി. ശരിക്കും അതാണ് സത്യം. നമ്മുടെ ഈഗോയെ ഒന്ന് മാറ്റി നിർത്തിയാൽ അൺലേണിംഗ് ആൻഡ് റീലേണിംഗ് സ്വാഭാവികമായി നടക്കും. ജീവിതം ഒരു ഫ്ലോയിൽ ആയിക്കൊള്ളും. അപ്പോൾ സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചുകൊള്ളും. ബലം പിടുത്തമില്ലാതിരുന്നാൽ മാത്രം മതി. ഇനി നമുക്ക് മെഡിറ്റേഷനിലേക്ക് കടക്കാം.